ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജോബ്ലെസ് ആർട്ടിസ്റ്റ് FL സ്റ്റുഡിയോയുടെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു മ്യൂസിക്കൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഒരു ഡ്രം പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാൻ പോവുകയാണ്. ഡ്രം പ്രോഗ്രാമിംഗ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ FL സ്റ്റുഡിയോ യൂസ് ചെയ്ത് ഒരു ഡ്രം ബീറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഏതൊരു മ്യൂസിക് പ്രൊഡ്യൂസറിനും ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആദ്യം വേണ്ടൊരു കാര്യം ഐഡിയയാണ്. ഒരു പ്രൊഫഷണൽ മ്യൂസിക് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡിയ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ചെയ്യാൻ പോകുന്ന പാട്ടിൻ്റെ ഫീൽ എങ്ങനെയായിരിക്കും, ആ ഒരു പാട്ടിൻ്റെ ജോണർ എങ്ങനെയായിരിക്കും, ആ ഒരു പാട്ടിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഐഡിയ, ആ പാട്ടിൽ ഉപയോഗിക്കുന്ന ടെമ്പോ എങ്ങനെയായിരിക്കും, അതിൻ്റെ രാഗം എങ്ങനെയായിരിക്കണം, താളം ഏത് താളമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ BPM എങ്ങനെയാണ്, ആ ഒരു പാട്ട് എങ്ങനെ തുടങ്ങാം, ആ ഒരു പാട്ട് എങ്ങനെ എൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ ഒരു പ്രൊഫഷണൽ മ്യൂസിക് പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഏതൊരു മ്യൂസിക് പ്രൊഡ്യൂസറും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ പ്രാവീണ്യമുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു പ്രാവീണ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് വർക്കുകൾ എളുപ്പം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കംപ്ലീറ്റ്ലി ബിഗിനറായിട്ടുള്ളൊരു വ്യക്തിക്ക് FL സ്റ്റുഡിയോയിൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം എല്ലാവരും ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ പഠിച്ചിട്ടുള്ളവരാകണമെന്നില്ല. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ്സും പഠിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു മ്യൂസിക് ഉണ്ട്, പക്ഷേ അതിനെ നിങ്ങൾക്ക് ഒരു ലൈവായിട്ട് FL സ്റ്റുഡിയോയിൽ കമ്പോസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഐഡിയ ജനറേഷൻ സ്റ്റേജ് തൊട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ തുടക്കത്തിലുള്ള ആ ഒരു ഡിഫിക്കൽട്ടീസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ബിഗിനറായിട്ടുള്ളൊരു വ്യക്തികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ മറ്റ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിൻ്റെ പാട്ടുകൾ ഒബ്സർവ് ചെയ്യുക എന്നതാണ്. ആ പാട്ടുകൾ കേൾക്കുക, ആ ഒരു പാട്ടിനകത്ത് ഏതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ പാട്ടിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, ആ പാട്ടിൻ്റെ നോട്ട്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു ഐഡിയ വരുത്തിയെടുക്കുക. അതിനുശേഷം ആ ഒരു സെയിം സോങ്ങിനെ FL സ്റ്റുഡിയോ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ 1-2 സോങ്സ് ഒക്കെ എടുത്ത് FL സ്റ്റുഡിയോ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ബേസിക് സ്കിൽസ് വന്നു ചേരും. മ്യൂസിക് നോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ പ്ലഗിൻ നിങ്ങൾ ചാനൽ ട്രാക്കിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ പിയാനോ റോളിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഓരോ കീസിലും ഞെക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂൺസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നിങ്ങളെല്ലാം കേൾക്കാനിടയുള്ള ഒരു സോങ്ങിൻ്റെ ഡ്രം ബീറ്റ്സ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ 116 ടെമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 5 പാറ്റേൺസ് ഉണ്ട്. 5 ഡിഫറെൻറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിന് വേണ്ടിയാണ് 5 ഡിഫറെൻറ്റ് പാറ്റേൺസ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു മ്യൂസിക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സൗണ്ടുകളും നിങ്ങൾക്ക് ഇവിടെ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഒന്നുകിൽ മിസ്ക് എന്ന ഫോൾഡറിനകത്ത് കയറുക, അല്ലെങ്കിൽ പാക്സ് എന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് ഡ്രം ബീറ്റൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കിക്ക്, ക്ലാപ്പ്, ഹാറ്റ്, സ്നെയർ, ഷേക്കർ എന്നീ 5 ടൈപ്പ് ഓഫ് ബീറ്റുകളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് ഞാനൊരു തേർഡ് പാർട്ടി പ്ലഗിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് REFX നെക്സസ് എന്നാണ്. നെക്സസിൻ്റെ നെക്സസ് 2 എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ്. ഈ പ്ലഗിൻ നിങ്ങൾക്ക് FL സ്റ്റുഡിയോയിൽ കിട്ടില്ല. ഇത് ആക്ച്വലി ഒരു തേർഡ് പാർട്ടി പ്ലഗിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തുനിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് REFX നെക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു പ്ലഗിനാണ്. ഇതിനകത്ത് ഒരുപാട് എൻഡ്ലെസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു നെക്സസിനകത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക്കൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാട്ടിനെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു കല്ലുകടി എന്തെന്നാൽ, ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതേ ബീറ്റുകൾ തപ്പിയെടുക്കുക എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാട്ടിൽ ഉപയോഗിക്കുന്ന ബീറ്റുകളും ഇൻസ്ട്രുമെൻറ്റ്സും ചിലപ്പോൾ FL സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിമിലർ ആയിട്ടുള്ള മ്യൂസിക്കൽ
ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് സിമിലർ ആയിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ബീറ്റുകൾ FL സ്റ്റുഡിയോയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ സിമിലർ ആയിട്ടുള്ള ബീറ്റുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പ്ലഗിൻസൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതുമല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈവായിട്ട് വായിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയി അവർ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം FL സ്റ്റുഡിയോയിൽ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താലും മതിയാകും. ഞാൻ ഈ വീഡിയോ ടൈം ലാപ്സ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുത്താണ് ഈ ഒരു റൈറ്റ് കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ബീറ്റ്സ് കണ്ടുപിടിച്ച് ഇതിൽ കമ്പോസ് ചെയ്തത്. അറൗണ്ട് 45 മിനിറ്റ്സ് എങ്കിലും എനിക്ക് എടുത്തു കാണും. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ അത്രയും ലെങ്തി ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഡ്രം പ്രോഗ്രാമിംഗ് ഫിനിഷായി. ഞാൻ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സോങ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മൈക്കിൾ ജാക്സൻ്റെ ബില്ലി ജീൻ എന്ന സോങ്ങിൻ്റെ ആ ഒരു ഡ്രം ബീറ്റ്സാണ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് കാണാം 116 ഞാൻ ടെമ്പോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ 5 പാറ്റേൺസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന്. അപ്പം നമുക്ക് ഓരോ പാറ്റേണിലും എങ്ങനെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ചാനൽ റാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പാറ്റേൺ 1-ൽ AYC_P_02 എന്ന ഒരു സൗണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പാക്സിനകത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്കിനകത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ ഹാറ്റിൽ ഞാൻ എങ്ങനെയാണ് സൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ പാറ്റേൺ പ്രസ് ചെയ്യുകയാണ്. 1 2 3 4 5 6 എന്ന രീതിയിലാണ് ഹാറ്റ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പിയാനോ റോളിൽ ഒന്ന് കയറി നോക്കാം. നോർമലി ചെറിയ ചെറിയ സിംഗിൾ ബീറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പിയാനോ റോളിൽ കമ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് ചെയ്താൽ മതിയാകും. പാറ്റേൺ 2-ൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു കിക്കും ഒരു സ്നെയർ, 2 സൗണ്ടുകളാണ് ഞാനിവിടെ സ്റ്റെപ്പ് സീക്വൻസറിൽ ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം എങ്ങനെയാണ് ഞാനത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ GM Kick 1_01 എന്ന ഒരു സൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്നെയറിന് GM Snare 1_01. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ 2 ഫോൾഡർ മിസ്കിനകത്തും പാക്കിനകത്തും സെർച്ച് ചെയ്താൽ കിട്ടും. നെക്സ്റ്റ് നമുക്ക് പാറ്റേൺ 3 എടുക്കാം. പാറ്റേൺ 3-ൽ ഞാനൊരു ഷേക്കർ ബീറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പാറ്റേൺ 4-ൽ ആണ് ഞാൻ ഒരു തേർഡ് പാർട്ടി പ്ലഗിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സസ് എന്നാണ് പേര്. ആക്ച്വലി എനിക്ക് സിമിലർ ആയിട്ടുള്ള, അതായത് ആ ഒരു ഒറിജിനൽ മ്യൂസിക്കുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സംവാട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ബേസാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നെക്സസ് എന്ന ഈ ഒരു പ്ലഗിൻ നിങ്ങൾക്ക് FL സ്റ്റുഡിയോയിൽ നോക്കിയാൽ കിട്ടില്ല. ഇത് തേർഡ് പാർട്ടി പ്ലഗിനാണ്. ഇത് നിങ്ങൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് കേട്ട് നോക്കാം.
സി ഇനി നമുക്ക് പാറ്റേൺ 5 എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. സെയിം പ്ലഗിൻ തന്നെയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, ബട്ട് ഒരു ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഞാൻ പാറ്റേൺ 5 നെക്സസ് ഉപയോഗിച്ച് പ്ലേ ചെയ്തിട്ടുള്ളത്. നെക്സസിൻ്റെ പാറ്റേൺ 4 പിയാനോ റോൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ആ ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ 5 ഇൻസ്ട്രുമെൻറ്റും എങ്ങനെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാകും. അതിനുശേഷം അങ്ങനെ നമ്മൾ ചാനൽ ട്രാക്കിൽ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ പാറ്റേണായിട്ട് നമ്മൾ ഓരോ ട്രാക്കുകളിൽ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പെയിൻറ്റ് ബ്രഷ് അല്ലെങ്കിൽ ഡ്രോ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകളും ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മ്യൂസിക് കിട്ടും. ഇപ്പോൾ ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മ്യൂസിക്കിലെ ഓരോ ബീറ്റുകളും ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇൻ്റർവെൽ എപ്പോഴും സെയിം ആണ്. പക്ഷേ ഒരു യഥാർത്ഥ മനുഷ്യനാണ് ശരിക്കും ഈ ഒരു ഡ്രം ബീറ്റ്സ് വായിക്കുകയാണെങ്കിൽ ഓരോ ബീറ്റും നിശ്ചിത ഇൻ്റർവെൽസിലായിരിക്കില്ല വരുന്നത്. അപ്പോൾ ഒരു നമ്മുടെ മ്യൂസിക് ബീറ്റുകളെ ഒരു റിയൽ പേഴ്സൺ വായിച്ചാൽ എങ്ങനെയിരിക്കും ആ ഒരു ഫീലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ആ ഒരു കിക്ക് അല്ലെങ്കിൽ സ്നെയർ ഏതൊരു ബീറ്റും എടുക്കുക, പിയാനോ റോളിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ ഈ വെലോസിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ഡിക്രീസൊക്കെ ചെയ്ത് കൊടുത്താൽ കുറച്ച് ഡിലേ വരും. അപ്പോൾ അതിലൂടെ ഒരു റിയൽ പേഴ്സൺ വായിക്കുന്ന പോലൊരു ഫീല് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ വെലോസിറ്റി സ്ലൈറ്റ്ലി ഒന്ന് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നെയറും ഇതുപോലെ വെലോസിറ്റി കുറയ്ക്കാം. അതുപോലെ തന്നെ ഷെയ്ക്കറിലും നിങ്ങൾക്ക് പിയാനോ റോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇൻ്റർവെല്ലും നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് കുറയ്ക്കുകയും കൂട്ടിയൊക്കെ ചെയ്താൽ ഒരു നാച്ചുറൽ ഒരു ഫീൽ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിയാനോ കോമ്പോസിഷൻ്റെയും വെലോസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. FL സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഡ്രംസിന് വേണ്ടി മാത്രമായിട്ട് പ്ലഗിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചാനൽ റാക്കിൽ ഈ ഒരു പ്ലസ് സൈൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രമ്മിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ട്. ബാസ് ഡ്രം, ഡ്രം മാക്സ്, ഡ്രം പാഡ്, FPC, ഫ്രൂട്ട് കിക്ക്, ഫ്രൂട്ടി ഡ്രം, സിന്ത് ലൈവ്, ഫ്രൂട്ടി സ്ലൈസർ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഡ്രം പ്ലഗിനുകളുണ്ട്. ഇവ യൂസ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രം ബീറ്റുകൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഞാൻ FPC എന്ന ഒരു ഡ്രം പ്ലഗിനാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. ഇപ്പോൾ FPCയുടെ അകത്ത് കയറിയിട്ട് ഈ FPCയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിയാനോ റോൾ എടുത്താൽ തന്നെ ഇവിടെ നമുക്ക് ഡ്രംസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് നമുക്കിവിടെ തന്നെ കാണാം. ലൈറ്റ് ക്രാഷ് എവിടെ സെറ്റ് ചെയ്യണം, ടാമ്പറിന് എവിടെ സെറ്റ് ചെയ്യണം, ബീറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പാറ്റേൺ
7 ഇരിക്കട്ടെ, പാറ്റേൺ 7 എടുത്തിട്ട് ഞാൻ പിയാനോ റോൾ ഓപ്പൺ ചെയ്യുകയാണ്. അത്യാവശ്യം കുറച്ച് റിയലായിട്ടുള്ള ഡ്രം സൗണ്ട്സ് ആണ് ഇതിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. വളരെ നല്ലൊരു പ്ലഗിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലഗിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്തതുപോലെ സൗണ്ടുകൾ ഡ്രാഗ് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല. ഒറ്റ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് സെയിം ബീറ്റുകൾ കമ്പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോ ട്രാക്കുകളും മിക്സറിൽ അസൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് മിക്സർ എടുക്കുക. നമുക്ക് പാറ്റേൺ 1 സെലക്ട് ചെയ്യാം. അതിനുശേഷം ചാനൽ റൂട്ടിങ്ങിൽ പോയിട്ട് റൂട്ട് സെലക്റ്റഡ് ചാനൽ ടു ദിസ് ട്രാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാറ്റേൺ 1ലുള്ള ഇൻസ്ട്രുമെൻ്റ് ഇവിടെ റൂട്ടാകും. അതിനുശേഷം നമുക്ക് പാറ്റേൺ 2 എടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ഓരോ ട്രാക്കിനും എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ് ആഡ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. ശ്രദ്ധിച്ച് കാണണം. ഓരോ സ്ലോട്ടിലും നമ്മൾ ഓരോ എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഓരോ സ്ലോട്ടിലും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ എഫക്ട്സ് എടുത്തിട്ട് അതിനകത്തുള്ള ചില സെറ്റിങ്സ് ഒക്കെ ട്വീക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മ്യൂസിക് ചേഞ്ച് ആകുന്നത് എന്നത്. വൺസ് യു ഡൺ, നിങ്ങൾ സോങ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സോങ്ങിന് ഉണ്ടായ മാറ്റം നിങ്ങൾ കേൾക്കുക. നമുക്കിനി അടുത്ത ഒരു എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ട്രാക്കിൽ നമുക്ക് ഒന്നിലധികം എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു എഫക്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് എഫക്ട്സുകളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഗ്രോസ് ബീറ്റ് വളരെ നല്ലൊരു ഓട്ടോമേഷനാണ്. അതുപോലെ തന്നെ ഈക്വോ, എഫക്ട്സിലും അത്യാവശ്യം നല്ല ഓട്ടോമേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മുടെ ഒരു
ഒരു സൗണ്ടിനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്യാൻ സാധിക്കും. പിക്ചർ അത്യാവശ്യം നല്ലൊരു ഓട്ടോമേഷനാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ മ്യൂസിക്കിൻ്റെ പിച്ചൊക്കെ ഇൻക്രീസ് ഡിക്രീസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ കയറി ഇഷ്ടമുള്ള ബട്ടൺസൊക്കെ പ്രസ് ചെയ്ത് സ്ലൈഡൊക്കെ ചെയ്ത് നോക്കണം എന്താണ് നിങ്ങളുടെ ഒരു മ്യൂസിക്കിന് കിട്ടുന്ന മാറ്റം എന്നറിയാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ട്രാക്കിലും എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും ആ ഒരു ഫൈനൽ റിസൾട്ട് എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോസ് ബീറ്റ് എന്ന ആ ഒരു പ്ലഗിൻ ആ ഒരു ഓട്ടോമേഷൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം സൈഡ് ചെയിൻ കൊടുത്ത ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൈഡ് ചെയിൻ മാത്രമല്ല, ഓരോ ബട്ടൺസും പ്രസ് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രാഫൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. വളരെ നല്ല മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിന് ഉണ്ടാവുക. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ മ്യൂസിക്കിൻ്റെ മാറ്റം. കുറച്ചുകൂടി കിടുവായി അല്ലേ സൗണ്ട്. ഞാനിവിടെ ഗ്രോസ് ബീറ്റ് എന്നൊരു ഓട്ടോമേഷനാണ് ആഡ് ചെയ്തത്. അതിനുശേഷം നമുക്ക്
ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും നമ്മുടെ സൗണ്ടിനുണ്ടാവുന്ന ചേഞ്ച് എന്നത്. അപ്പോൾ ഞാൻ പാറ്റേൺ സെലക്ട് ചെയ്തു, ജസ്റ്റ് 1/4 ബീറ്റ് ഗേറ്റ് ചെയ്തു. സി ഇതേ സെയിം എഫക്റ്റ് നമുക്ക് പാറ്റേൺ 5-ൽ കൊടുത്തു നോക്കാം. മിക്സറിലേക്ക് വരാം. ഗ്രോസ് ബീറ്റ് ഐ തിങ്ക് യാ. ഓക്കെ, നമ്മുടെ മ്യൂസിക് ഏകദേശം കുറച്ചുകൂടി ഒന്ന് കിടുവായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം. അതിന് മുമ്പ് ഇവിടെയും കൂടി ഒന്ന് ഗ്രോസ് ബീറ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓരോ മ്യൂസിക് ട്രാക്കിനും എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് മ്യൂസിക് ഉണ്ടാക്കിയതിന് ശേഷം അതിലെ ഓരോ ട്രാക്കിലും എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.